മൂസഹാജി എന്ന് പറയുന്ന മഹാനവറുകളുടെ ഈ അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം. വല്ലാതെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് മണിക്കൂറുകളോളം ഉറങ്ങാതെ, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് 4 മണിക്കൂറൊക്കെ ഉറങ്ങുകയായി എന്ന ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത ആളാണ്. രണ്ടാമത്തെ വിഷയം കഠിനാധ്വാനം. രണ്ടാമത്തെ വിഷയം സത്യസന്ധത, ഹക്കായ ജീവിതം, ഹക്കായ മാർഗത്തിലെ ജീവിതം. മൂന്നാമത്തെ കാര്യം തിരി നസീബ്, കുറച്ച് ഭാഗ്യം കൂടിയും വേണമല്ലോ. സത്യത്തിൽ ബഹുമാനപ്പെട്ടവരെൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജനിച്ചത് കാട്ടിപ്പരുത്തിയിലും കുറച്ചു കാലം വയനാട്ടിലും അതിനുശേഷം നമ്മുടെ മഹലിലേക്ക് എത്തപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുക വേറെ എത്ര മഹലുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യക്കാരാണ് ഈ പീഡിയപ്പടിയിലെ മഹലുകാരെന്ന് ആലോചിച്ച് നോക്കുക. ഒരു വലിയ ഭാഗ്യമാണ്. ഒരു മുതലാളി വന്നതുകൊണ്ടല്ല, ദീനോട് ബന്ധമുള്ള മുതലാളിയാവണം, ദീനിനോട് ആത്മാർത്ഥത കാണിക്കുന്ന ആളാവണം. സത്യത്തിൽ അദ്ദേഹം നാട് വിടാൻ തുടങ്ങിയത് നേരിട്ട് പോളണ്ടിലേക്കല്ല, ആദ്യം പോയത് മൈസൂരിക്കാണ്. അതിന് കാരണം കാക്കയാണ്. നേരത്തെ ഇപ്പോൾ കാക്ക പിന്നിലുണ്ട്, ഞാൻ പേര് പറയില്ല, ഒരു തമാശ രൂപയാണ് കേട്ടാൽ മതി. ചെറുപ്പത്തിൽ ഈ 14 വയസ്സ് 13 വയസ്സിലൊക്കെ ഞാൻ അടക്കള നമ്മളൊക്കെ ഈ പറമ്പലും ഈ പാടത്തും പന്ത് കളിച്ചിട്ട് ഓടി നടക്കുമ്പോൾ നമുക്ക് വീട്ടുകാരൊക്കെ ഒരു പണിയുണ്ട്. അതെന്താ, ആ പോത്തുകളെ നമ്മൾ കൊണ്ട് നോക്കിക്കോന്ന്. വീട്ടുകാരെ വിചാരം എന്താ, നമ്മൾ പോത്തിൻ്റെ പിന്നാലെ തന്നെ ഇരിക്കാറുന്ന. പക്ഷേ അവിടെ ഈ ഞാറ് നെല്ല് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു ദിവസം നന്നായിട്ട് തിന്ന്. അതുകൊണ്ട് ഒരു മുടുങ്കോലാണ് സത്യത്തിൽ നാട് വിട്ടു പോകാനുണ്ടായ കാരണം എന്ന് തമാശ രൂപേണ ഞാൻ പറയാൻ. ബാക്കി കാര്യങ്ങൾക്ക് അറിയാലോ. ഒരു ചെറിയ അശ്രദ്ധ വന്നപ്പോൾ ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ചു, നാട് വിട്ടുപോയി. അന്ന് മുതൽ കഠിനാധ്വാനം ചെയ്തു. നേരിട്ട് നമ്മൾ പോയ മിലിറ്ററിക്കല്ലല്ലോ ജോലി കിട്ടുക. പഴയ കാലത്തൊക്കെ നാട് വിട്ടു പോകൽ വയനാട്ടിലേക്കാണ്. ഇത് വയനാട്ടിൽ നിന്ന് പോയത് മൈസൂരിക്കാണ്. എന്നിട്ടൊരു ഹോട്ടലിൽ നമുക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ ഹോട്ടൽ ജോലിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാരണം എന്താണ്, പെട്ടെന്ന് ഭക്ഷണം കിട്ടണം, വേറെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ജോലി നേടുന്നത്. അതിൽ മേശ തുടക്കുന്ന പണിയൊക്കെയാണ് കിട്ടുക. ആദ്യം കിട്ടിയതും അത് തന്നെയാണ്. പക്ഷേ മേശക്ക് അത്ര ഉയരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പിരിച്ചു വിട്ടു. പക്ഷേ എന്നാലും അദ്ദേഹം നിരാശനായില്ല, മടങ്ങിയില്ല. വിറകേറ്റിയിട്ടാണെങ്കിലും ശരി, വേറെന്ത് ജോലി എടുത്തിട്ടാലും ശരി, അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ ജ്യേഷ്ഠൻ തന്നെ വിസ അയച്ചു കൊടുത്ത് ഗൾഫിലേക്ക് ചെല്ലുന്നത്. നല്ല ഒരു അറബിയുടെ ഒരു ഹൗസ് ബോയ് ആയിട്ട്, ഒരു വീട്ടുജോലിക്കാരനായിട്ടാണ് ജോലി തുടങ്ങിയതെങ്കിലും അവിടെയും ഒരു ഭാഗ്യമുണ്ടായി. അതെന്താ, ഒരു നല്ല അറബിയായിരുന്നു, ഒരു പോലീസുകാരനായ അറബി. അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം നാളെ ഒരു പോലീസിൻ്റെ ഓഫീസിലുള്ളൊരു ജോലി കിട്ടും എന്നുള്ളതിനുള്ള പാൻറ്റും കുപ്പായും ഷൂസും ഒക്കെ റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകേണ്ടിയിരുന്ന തൻ്റെ ആ മുതലാളിയായിരിക്കുന്ന അറബിക്ക് ലണ്ടനിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ആ ജോലി പെട്ടെന്ന് പോയി. പക്ഷേ നിന്നില്ല. ചെരുപ്പ് കച്ചവടം നടത്തിയിട്ട് ആ അറബിയുടെ വാപ്പാൻ്റെ കടയിൽ തന്നെ സത്യസന്ധനായി ജീവിച്ച് അതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാമെന്ന് അതിൽ വളരെ പഴക്കം ചെന്ന ചെരുപ്പുകളൊക്കെ ഒന്നിച്ചെടുത്ത് അങ്ങനെ വിറ്റും മറ്റുമൊക്കെ അദ്ദേഹം വളരെ അവല് ഘട്ടത്തിൽ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ഘട്ടത്തിൽ നിന്ന് കഠിനാധ്വാനം തുടങ്ങിയിട്ട് ഇന്നും ആ അധ്വാനം നിന്നിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ നിഅമത്ത് എൻ്റെത് മാത്രമാണെന്ന വിശ്വാസത്തിലല്ല ബഹുമാനപ്പെട്ടവർ. എപ്പോഴും മനസ്സിന് സന്തോഷമുള്ളത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ എൻ്റെ നമ്മളെ അദ്ദേഹത്തിൻ്റെ അനുജൻ ബാപ്പുവിൻ്റെ കൂടെ ആ ഓഫീസ് ഒന്ന് സന്ദർശിക്കാൻ പോയി, കാണാൻ പോയി. എത്ര തിരക്കുണ്ടായാലും ഊഷ്മളമായ സ്വീകരണവും അതുപോലെ മാന്യമായ സൽക്കാരവും നൽകി വിട്ട എൻ്റെ പ്രിയപ്പെട്ട മൂസഹാജിയെ ഞാൻ ഇപ്പോഴും ഓർക്കുക.